ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഷഷ്ടിയ നോക്ക ശരവണ ഭവന ശിഷ്ടർക്കുതവും സെങ്കതിർവേലോൻ. ഷഷ്ടി കവചത്തിലെ അതിമനോഹരമായ വരികളാണല്ലേ. സുബ്രഹ്മണ്യ സ്വാമിയെ നാം ഓർക്കുമ്പോൾ നമുക്ക് മുന്നിലൂടെ വരുന്ന വരികളും ഇത് തന്നെയാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായ ഒരു വഴിപാട് കൂടെ നമുക്ക് ഓർമ്മ വരുമെന്നുള്ളതാണ്. എന്താണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? കാവടി എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അത് പഴനിമലയില് പഴനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തില് കാവടി എടുക്കുക എന്നുള്ളത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാടായി ഇന്നും നടത്തി വരുന്നുണ്ട്. അപ്പൊ ആ കാവടിയുടെ പിന്നിലുള്ള ഒരു പുരാണ കഥയിലേക്ക് നമുക്ക് കുറച്ചു നേരം സഞ്ചരിക്കാം. അഗസ്ത്യ മുനി ഹിമാലയ പർവ്വതത്തിൽ തപസ് ചെയ്യുകയാണ്. 2 മലകളെ പൂജിക്കുകയാണ് അഗസ്ത്യമുനി ചെയ്യുന്നത്. ശക്തിഗിരി എന്നും ശിവഗിരി എന്നുമാണ് ആ മലകളുടെ പേര്. അപ്പൊ അങ്ങനെ തപസ് ചെയ്തുകൊണ്ട് പൂജിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അഗസ്ത്യമുനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്, ദക്ഷിണ ഭാരതത്തിലേക്ക് ഈ മലകളെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയെ അദ്ദേഹം പ്രാർത്ഥിച്ച് വഴിപെട്ട് ആ മലകൾ അവിടെ നിന്നും കൊണ്ടുവരാൻ സഹായം അഭ്യർത്ഥിക്കുകയും സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അഗസ്ത്യമുനി ആ 2 മലകളുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുകേദാരം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ക്ഷീണം അനുഭവപ്പെട്ടു. അഗസ്ത്യമുനി എന്ത് ചെയ്യുകയാണ്? ആ മലകൾ അവിടെ വെച്ച് കുറച്ചു നേരം വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഇടുമ്പൻ എന്ന അസുരന്റെ വരവ്. ശൂരസംഹാരം കഴിഞ്ഞ ഒരു സമയമാണ്. ശൂരന്റെ ഒരു ഉറ്റമിത്രം കൂടെ ആയിരുന്നു ഇടുമ്പൻ. അപ്പൊ ഇടുമ്പന് സുബ്രഹ്മണ്യ സ്വാമി ആരാണെന്ന് മനസ്സിലാവുകയും ആ ശക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിയുകയും ആ രാക്ഷസ സ്വഭാവം വിട്ട് മുരുകനിൽ അഭയം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടെ ആയിരുന്നു അത്. അപ്പൊ ഈ സന്യാസി ശ്രേഷ്ഠനെ കണ്ടപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, ഇടുമ്പൻ ആവശ്യപ്പെടുകയാണ് അഗസ്ത്യമുനിയോട്, എനിക്ക് മുരുക ദർശനം ഉണ്ടാവണം, ഇനിയുള്ള ജീവിതം മുരുകസ്വാമിയെ സേവിച്ചു കൊണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ സന്യാസി വിചാരിച്ചു, അഗസ്ത്യമുനി വിചാരിക്കുകയാണ്, ശരി, ഈ 2 മലകളും ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നീ കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുരുക ഭഗവാന്റെ അനുഗ്രഹം നിനക്കുണ്ടാവുമെന്ന്. അങ്ങനെ ശരി, വളരെ ഈസി ആയിട്ട്, കാരണം ഇതിനേക്കാളും വലിയ മലകളെല്ലാം എടുത്ത് ശീലമുള്ള ഒരു രാക്ഷസനാണ്, അതിശക്തനായ ഒരു രാക്ഷസനാണ് ഇടുമ്പൻ. അപ്പോൾ വളരെ അനായാസേന ഇത് എടുത്തു കൊണ്ടുപോവാമെന്ന് വിചാരിക്കുകയും, പക്ഷെ സ്പർശിക്കുന്ന മാത്രമേ തന്നെ അത് അത്ര ഭാരമുള്ളതായിട്ടാവുകയും അദ്ദേഹത്തിന് അത് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇടുമ്പനുള്ള ഒരു അതിശയം എന്താണെന്ന് വിചാരിച്ചാല്, ഈ സന്യാസി ശ്രേഷ്ഠന് തന്റെ ശാരീരിക ബലമൊന്നും ഇല്ലാത്തൊരു സന്യാസിയാണ് അല്ലേ. അവരെങ്ങനെയാണ് ഇത്ര ദൂരം ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ മുരുക ഭഗവാന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുകയും അഗസ്ത്യമുനിയോട് ആവശ്യപ്പെടുകയും ചെയ്യാണ്, എനിക്കും ഇത് എടുക്കാനുള്ള ശക്തി തരണം, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും ആ ശക്തി തരണമെന്ന് പറയുകയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിനക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രം ചൊല്ലുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അഗസ്ത്യമുനി ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്, മുരുക ഭഗവാന്റെ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ മന്ത്രം ഉരുവിട്ടപ്പോൾ വളരെ അതിശയമായി എന്ത് സംഭവിക്കുകയാണ്? 8 പാമ്പുകള് വന്നിട്ടത് കയറ് രൂപത്തില് ആവുകയാണ് ഉണ്ടായത്. പിന്നെ ബ്രഹ്മദണ്ഡ് അവിടെ പ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പൊ സന്യാസി പറയാണ്, അഗസ്ത്യമുനി പറഞ്ഞു, ഈ ദണ്ഡില് 2 സൈഡും 4 കയറ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മലകൾ വെച്ച് നീ കൊണ്ടുപോയാൽ മതിയെന്ന്. അപ്പൊ കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു കാവടി പോലെ അങ്ങനെയുള്ള ഒരു ഷേപ്പിലായിട്ട് അത് മാറുകയും അങ്ങനെ കൊണ്ടുപോകാൻ നിനക്ക് അനായാസേന സാധിക്കുമെന്ന് പറയുകയും ചെയ്യാണ്. അപ്പൊ അതേപോലെ തന്നെ ഇടുമ്പൻ ആ മല 2 അതിനുള്ളിൽ വെച്ച് ആ ദണ്ഡും തോളിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ
തിരു ആവിനൻകുടി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ മുന്നോട്ട് നീങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല, ഇടുമ്പന് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഭാരം താങ്ങാനാവാതെ അദ്ദേഹം അതവിടെ ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന ഒരു കുഞ്ഞ് പരിഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്. എന്തായാലും ഒരു രാക്ഷസനാണല്ലേ, അപ്പൊ അല്പം ദേഷ്യം വന്ന് ഒരു ആക്രോശിച്ചുകൊണ്ട് ആ ബാലകന്റെ അടുത്തേക്ക് ഓടി. അപ്പോഴേക്കും അദ്ദേഹം തന്നെ, ആ ഇടുമ്പന് എന്ത് സംഭവിച്ചു എന്നറിയില്ല, ആ ബാലകന്റെ സ്പർശം കൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ വീഴുകയും മരണം സംഭവിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ഇടുമ്പന്റെ ഭാര്യ ഓടി വരുന്നത്. ആ കുഞ്ഞ് വേറെ ആരുമല്ല, സുബ്രഹ്മണ്യസ്വാമി തന്നെയായിരുന്നു. ഭാര്യ മുരുക ഭക്തയായതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവർ മാപ്പിരക്കുകയാണ്. ഇടുമ്പന്റെ ജീവൻ തിരിച്ചു നൽകണം, അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അങ്ങ് ആരാണ് എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമാപണം നടത്തുകയാണ്. അങ്ങനെ മുരുകസ്വാമി അവരുടെ ഇടുമ്പന്റെ ആയുസ് തിരിച്ചു കൊടുക്കുകയും കാവടിയുമായിട്ട്, ഇപ്പൊ നാം ഇന്ന് കാണുന്ന പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമുണ്ടല്ലോ, പഴനി ക്ഷേത്രം, അത് പിന്നീട് പണികഴിപ്പിക്കുകയായിരുന്നു. അതേ സ്ഥലം തന്നെയാണ് ഈ സംഭവം നടന്നത്. ഇപ്പോഴും ഇടുമ്പൻ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട്, ഒരു സേനാനായകനെ പോലെ ഒരു സംരക്ഷണം, ആ മലയ്ക്ക് ഒരു സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തുകയുമാണ് ചെയ്തത്. അങ്ങനെ മുരുകന്റെ അനുഗ്രഹം രണ്ടുപേർക്കും ലഭിച്ചു. ഇന്നും നാം പോകുമ്പോൾ, കാവടി എടുത്ത് പോകുമ്പോൾ അവിടെ ഇടുമ്പ മല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇടുമ്പന്റെ പ്രതിഷ്ഠയുണ്ട്. അവിടെ തൊഴുതിട്ട് വേണം നാം പഴനി മലയിലേക്ക് മേലെ കയറുവാൻ എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള പുരാണ കഥയായിട്ട് പറയുന്നത്. മുരുക ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നാം ജ്യോതിഷത്തിലേക്ക് പോവുകയാണ്. ഈ ചൊവ്വ എന്ന ഗ്രഹത്തിലൂടെയാണ് നാം ഇനി കുറച്ച് ദിവസങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചൊവ്വ എന്ന ഗ്രഹം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തില് വരും. അത് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതുണ്ട്. കാളി, ഭദ്രകാളി തുടങ്ങിയിട്ടുള്ള ദേവീ സങ്കല്പവും ഇതിൽ വരുന്നുണ്ട്. ചൊവ്വ എന്നുള്ള ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓജരാശികൾ, രാശികൾ എന്ന് 12 രാശികളെയും രണ്ടായിട്ട് തിരിക്കാം. അതിൽ ഓജരാശി, ആൺരാശി, പെൺരാശി. അപ്പൊ ആൺരാശിയിൽ വരികയാണെങ്കിൽ മുരുക ഭഗവാനെയും, പെൺരാശിയിലാണ് വരികയാണെങ്കിൽ ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ ചൊവ്വ എന്ന ഗ്രഹത്തിന് 3 നക്ഷത്രങ്ങൾ സ്വന്തമായിട്ടുണ്ട്. ചിത്ര, അവിട്ടം, മകീര്യം. ഇത് 3ഉം ചൊവ്വയുടെ സ്വന്തം നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ അനുഗ്രഹം അവർക്ക്, ആ ഗ്രഹത്തിന്റെ ഗുണഫലങ്ങൾ ഈ 3 നക്ഷത്രങ്ങൾക്കും ലഭ്യമാകും എന്നുള്ളതും ഉറപ്പാണ്. 45 ദിവസമാണ് ചൊവ്വ എന്ന ഗ്രഹത്തിന് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് കടക്കാനുള്ള സമയം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? വളരെ സ്പീഡ് കൂടുതലാണ് അല്ലെ. ഇന്നലെ നാം എന്ത് പറഞ്ഞു? ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിന്ന്. മേടം രാശിയിൽ ശനി നിൽക്കുകയാണെങ്കിൽ ഇടവത്തിലേക്ക് പോകുമ്പോൾ 2.5 വർഷം വേണ്ടി വരുന്നു എന്ന് പറയുന്നു. പക്ഷെ ചൊവ്വ എന്താണ് ചെയ്യുന്നത്? മേടം രാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ 1.5 മാസം, ഒരു 45 ദിവസം മാത്രമാണ് ചൊവ്വയ്ക്ക് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഗ്രഹം എന്ന് പറയുമ്പോൾ ഋഷീശ്വരന്മാർ അതിന്റെ കുറെ കാരകത്വങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്പീഡ് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇപ്പൊ പോലീസ്, പട്ടാളം തുടങ്ങിയ സേവനം ചെയ്യുന്നവർക്ക് വീര്യവും വേണം, അതേപോലെ തന്നെ പ്രാധാന്യം തന്നെയാണ് അവരുടെ ജോലിക്ക് സ്പീഡ് എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് ചൊവ്വാഗ്രഹത്തിന്റെ കാരകത്വമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇത്തരം ജോലികൾ പറയുന്നത്. ഇപ്പൊ പോലീസ്, പട്ടാളം തുടങ്ങിയിട്ടുള്ള യൂണിഫോം സർവീസസ് ഒക്കെ ഇതിന്റെ കാരകത്വത്തിൽ വരുന്നതാണ്. പിന്നെ ദേഷ്യം കൂടുതലായിരിക്കും, എടുത്തുചാട്ടവും ഉണ്ടാവും എന്നുള്ളതും നിസ്സംശയം പറയാം. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാരകത്വം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മേഖലകളൊക്കെ ആണെങ്കിൽ മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാം ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്നതാണ്. ഇപ്പൊ ഈ 3 നക്ഷത്രങ്ങൾക്കും ചൊവ്വയുടെ ഗുണമുണ്ട് എന്ന് പറഞ്ഞു. മേടവും വൃശ്ചികവുമാണ് ക്ഷേത്രങ്ങളായിട്ടും പറയുന്നത്. അപ്പൊ മേടരാശി, വൃശ്ചിക രാശി, ഇതിൽ ചൊവ്വയുടെ പ്രാധാന്യം ഉള്ള 2 രാശികളാണ് എന്ന് പറഞ്ഞു. നിറം എന്ന് പറയുന്നത് ചുവപ്പ് നിറം തന്നെയാണ്. നാം ഇനി മനസ്സിലാക്കുന്നത്, ഇതെല്ലാം പാരമ്പര്യ ജ്യോതിഷത്തിന്റെ ഒരു ബേസിക് ഐഡിയാസ് ആണ്. ഇനി നാം DNA അസ്ട്രോളജിയാണ്
നാം കൂടുതൽ ഇവിടെ വിശദമാക്കുന്നത്. അതുകൊണ്ട് DNA അസ്ട്രോളജിയിൽ ചൊവ്വയുടെ കർമ്മദോഷങ്ങൾ പേറുന്ന നക്ഷത്രങ്ങൾ ഏതാണ് എന്ന് നോക്കാം. ആ നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാം പൂർവജന്മത്തിലോ നമ്മുടെ പൂർവികരോ ഈ ചൊവ്വാഗ്രഹത്തിന്റെ കാരകത്വത്തിൽ വരുന്ന ഏതോ ഒരു കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ചൊവ്വയുടെ കർമ്മദോഷം പേറുന്ന നക്ഷത്രങ്ങളിൽ ജനിക്കാൻ ഇടവരുക എന്നുള്ളത്. അപ്പൊ ആ നക്ഷത്രങ്ങളിലേക്ക് നമുക്ക് നാളെ സഞ്ചരിക്കാം. നന്ദി, നമസ്കാരം.